അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിഇദ്നില്ലാഹ്. അമ്മാ ബഅദ്. നമസ്കാരത്തിൻ്റെ ഫർളുകൾ ഫാത്തിഹയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിവതും ഇന്ന് മുമ്പത്തെ മാതിരെല്ലാം നമ്മളെ വീടുകളിലെ കുട്ടികൾ തന്നെ മദ്രസ വർത്താനം പഠിച്ച കുട്ടികൾ ഫാത്തിഹയും തജ്വീദും പഠിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലവും ബന്ധപ്പെടുന്ന പള്ളിയിൽ ഉസ്താദുമാർക്കുണ്ട് ഒന്ന് നമ്മളെ സ്വന്തം ഫാത്തിഹ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഫാത്തിഹൻ്റെ ഒരു അക്ഷരം സഹി അല്ലെങ്കിൽ നിസ്കാരം പാത്തിലാണ്. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിസ്കരിച്ചെന്ന് കുറച്ചോന്ന് പോയി പറഞ്ഞാൽ പോരാ. ഇത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച്. അതുകൊണ്ട് ഫാത്തിഹൻ്റെ അക്ഷരങ്ങൾ ശരിക്കും അത് നമ്മൾ പരിചയപ്പെട്ട ഉസ്താദ് അതിൻ്റെ ഫാത്തിഹ നോക്കണം, തെറ്റൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ പള്ളിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചോദിക്കാൻ പറ്റുന്ന ഒത്താരികൾ ഉണ്ടാവുമല്ലോ. ഹാഫിദീങ്ങൾ പറഞ്ഞാൽ ഇഷ്ടംപോലെ നല്ല സ്ഥലത്ത് ഹാഫിദീങ്ങൾ വരെയുണ്ട്. അതുകൊണ്ട് ആ ഫാത്തിഹ ശരിയാക്കുന്ന കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു വന്ന് റഹ്മാൻ റഹീം മാലിക്ക് കൂടി അങ്ങ് റഹ്മാൻ റഹീം മാലിക്ക് ആകുമ്പോൾ ഒരു മീമില്ലാണ്ടായി പോകും. റഹ്മാൻ റഹീം മാലിക്ക് യൗമിദ്ദീൻ വൈരുൽ മഗ്ലൂബി അലൈഹിം തിരക്കാഴ്ച അലൈഹിം മീം അങ്ങ് നഷ്ടപ്പെടും. വൈരുൽ മഗ്ലൂബി അലൈഹിം അവിടെ ഒക്ക് ചെയ്യണ്ട. സ്വലാത്ത് അന്നത്തെ അലൈഹിം വൈരുൽ മഗ്ലൂബി അലൈഹിം വലല്ലാഹീൻ കൂട്ടി ഓതല സുന്നത്ത്. അവിടെ വൈരുൽ മഗ്ലൂബി അലൈഹിം ഒക്ക് ചെയ്യണ്ട. അപ്പം നിർത്തി ഓതണം. അലൈഹിം വ എന്ന് പറയുമ്പോൾ മീമ് നഷ്ടപ്പെട്ടു പോകുന്നത്. റബ്ബില്ലാലമീൻ ലാമിന് വിശുദ്ധ എന്ന് പോകുന്നത്. ഇത്തരം തെറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും എൻ്റെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഇന്ന് ഫാത്തിയൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഹാഫിദീങ്ങളെ കൊണ്ടും മുത്താരിങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് ഫാത്തിയ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഫാത്തിയത്തെ അതൊക്കെ തെറ്റ് തീർത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു വേള നല്ല മൊബൈലിൽ നല്ല അങ്ങനെ ഒരു പ്രായം കേൾപ്പിച്ചതിന് ശേഷം അവരെ കൊണ്ട് ഓദിക്കുക. നിങ്ങളെ മൊബൈലിൽ പിടിച്ചാലോ ഒന്നും കൂടി ഹെൽപ്പായി. ഒന്ന് നമ്മൾ വായു മൂലം തന്നെ കേട്ട് പഠിക്കണം. വായു തന്നെ കേട്ട് നമ്മൾ ഓദിക്കുക നമ്മളെ കൊണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് നമ്മൾ മൊബൈലിൽ ഓതി പിടിച്ചാൽ ഇതൊക്കെ നമ്മുടെ ആഖിറത്തിൻ്റെ കാര്യത്തിന് കബറിന് വേണ്ടിയാണ് ഈ പറയുന്നത്. ഫാത്തിഹ അറിയാത്ത എത്രയോ നിൽക്കാരക്കാരെ നമ്മുടെ അടിയിലുണ്ട്. ജനാപത്ത് കുടിക്കാതെ ആളുണ്ട്. ഒന്നും കുറവില്ല, ഇവിടെ ഒരു കുറവുമില്ല. പക്ഷെ എത്തേണ്ട അടുത്ത് എത്തുമ്പം പഠിച്ചവനെ എൻ്റെ വീഴ്ച എങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പിന്നെ കൈ കടിച്ചിട്ട് കാര്യമില്ല. ഫർളും വാജിബും ഹറാമും കൊണ്ട് കളി കളിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് ഫാത്തിഹൻ്റെ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് അടുത്ത ഭാഗം. അപ്പോൾ ഫാത്തിഹ കഴിഞ്ഞാൽ വലല്ലാഹീൻ പറഞ്ഞാൽ ആമീൻ. എന്നാൽ ആമീൻ്റെ അർത്ഥം ഫാത്തിഹൻ്റെ അർത്ഥം ഞാൻ വിശദീകരിച്ച് പറയും. ആമീൻ, അള്ളാഹുവേ നീ ഉത്തരം ചെയ്യണേ, സത്യവഴിയിലേക്ക് ചേർക്കണേ എന്നുള്ള ഫാത്തിഹ കഴിഞ്ഞിട്ട് ആമീൻ. അപ്പം മലക്കളുടെ ആമീൻ്റെ കൂടെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഫാത്തിഹ ദുആഉൽ ഇഫ്തിതാഹ് ഓതല് സുന്നത്താണ്. എല്ലാ റക്അത്തിലും എല്ലാ സുന്നത്ത് റക്അത്തിലും ഇഫ്തിതാഹ് സുന്നത്താണെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ റുക്കൂയിലേക്ക് പിന്നെ ഫാത്തിഹ കഴിഞ്ഞ് പിന്നെ ഒരു സൂറത്ത് ഓതുക. ഫാത്തിഹൻ്റെ ശേഷം ചുരുങ്ങിയത് 3 ആയത്ത് ഫാത്തിഹൻ്റെ ശേഷം ഓതുക. അത് സൂറത്തുകളുടെ മധ്യത്തിലാണെങ്കിൽ ബിസ്മി ഓതണം. പക്ഷേ കഴിവതും പരിപൂർണമായ ഒരു സൂറത്ത് ഓതലാണ് എല്ലാ നിസ്കാരത്തിലും എല്ലാവർക്കും നല്ലത്. എന്ന് പറഞ്ഞാൽ അൽബക്കറിന്നോ അല്ലെങ്കിൽ യാസീന്നോ അല്ലെങ്കിൽ ആല ഇമ്രാനിൻ്റെ വലിയ സൂറത്തിൻ്റെ നടുക്കുന്ന് സൂറത്തെടുത്ത് ഓതുന്ന ശീലം ഇന്ന് ചില സ്ഥലത്ത് കാണാം. നമ്മുടെ മദ്ഹബിൽ അതെതിരാണ്. നമ്മളെ മദ്ഹബിൽ അതത്ര ഗുണമല്ല. അതായത് പിന്നീട് നമുക്ക് നല്ലത് പൂർണ്ണമായ സുഹൃത്ത്. പക്ഷേ ആയത്തന്നെ തറാവീഹിന് ബാധകമല്ല. തറാവീഹിന് ഖത്തം തീർക്കലാണ് സുന്നത്ത്, വലിയ സൂറത്ത് ഓതലാണ്. അപ്പോൾ ആടെ പിന്നെ അല്ലാത്ത റക്അത്തിലെല്ലാം പൂർണ്ണമായ ഒരു സൂറത്ത് ഓതലാണ് നല്ലത്. ആയത്താണെങ്കിൽ ചുരുങ്ങിയത് 3 ആയത്ത്. അത് അവിടെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പലപ്പോഴും എന്നെ ഇമാമ നിൽക്കുന്ന ആളത്ത് ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും. അത് എൻ്റെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് എവിടെയും കൂടുതൽ പള്ളി ഇമാമത്തോ ചെറിയ മുത്താര്യങ്ങളോ ആരെങ്കിലും വന്ന് പോകുന്ന തെറ്റത് കുറ്റപ്പെടുത്തിയിട്ട് പറയരുത്. അത് ഉണർത്തി കൊടുക്കാം. സൂറത്ത് ഓതുമ്പോൾ എന്തെല്ലാം സൂക്ഷിക്കേണ്ടത്? ഫാത്തിഹൻ്റെ ശേഷം സൂറത്ത് ഓതുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്ക് അവർ ഇമാമോടുകൂടി നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇമാമിൻ്റെ സൂറത്ത് കേൾക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ സൂറത്ത് ഓതുമ്പോൾ ഏതെങ്കിലും 2 സൂറത്തല്ല ഓതുന്നുണ്ട്. വഴിയാണ് നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ. അലംതറ കൈഫ ഓതിയാൽ ഈലാഫി ഖുറൈശിൻ എന്ന സൂറത്ത് ഓതുക. കുൽയായുൽ കാഫിറൂൻ ഓതിയ ഇന്ന ഇദാജാ നസ്റുല്ലാഹി ഓതുക. ഉൽഹാവല്ലേലി ഓതിയ അലം നശ്റഹ് ഓതുക. തൊട്ട സൂറത്ത് ഓതുക. തൊട്ട സൂറത്ത് ഓതലാണ് സുന്നത്ത് എന്ന് മാത്രമല്ല തൊട്ട സൂറത്ത് ചെറുതാവണം. ഉദാഹരണമായിട്ട്
ഇന്നാ എത്തൈന ഒന്നാമത്തെ റക്കഅത്ത് ഓതി രണ്ടാമത്തേൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതരുത്. ഹറാമാണെന്നല്ല പറയുന്നത്, അതിന് മര്യാദ നിസ്കാരം ബാത്തിലൊന്നും ആവില്ല. ഇന്നാ എത്തൈന ഒന്നാമത്തെ റക്കഅത്ത് ഓതിയാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വലുതായിപ്പോയി, അത് പറ്റില്ല. അപ്പോൾ ആദ്യത്തെ റക്കഅത്തിൽ ഓതുന്നത് വലുതും രണ്ടാമത്തെ റക്കഅത്തിൽ ഓതുന്നത് ചെറുതുമാകുക, വഴിക്ക് വഴിയാകുക. അത് തർത്തീബ് മുവാലാത്തും ഉണ്ടാകുക. ഉദാഹരണമായിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി ഇദാ ജാ നസ്റുല്ലാഹി ഓതി അല്ലെങ്കിൽ തബ്ബത്ത് ഓതിയാലും വഴിക്ക് വഴി എന്ന് പറയും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയിട്ട് തബ്ബത്ത് ഓതിയാലും വഴിക്ക് വഴി തന്നെ, കാരണം ഇദാ ജാന് ശേഷം തന്നെയല്ലേ. ശേഷമായാൽ പോലെ അടിയിൽ വിടാത്ത സൂറത്താകുക. അപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയിട്ട് ഇദാ ജാ നസ്റുല്ലാഹി അലം തറ കൈഫ ഓതിയാൽ ലഇലാഫി ഖുറൈശിൻ, ഇങ്ങനെ വള്ളുഹ ഓതിയാൽ എന്നൊക്കെ പിന്നെ അലം നശ്റഹ് ഓതുക എന്നല്ലാതെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതി രണ്ടാമത്തേൽ ലം യകുനിൽ ലദീന കഫറു ഓതരുത്. ഇന്നാ അത്തൈന ആദ്യത്തേൽ ഓതി രണ്ടാമത്തേൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതരുത്. വയ്ക്കുകയും ഓലാത്തൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തത് ചെറുതും രണ്ടാമത്തെ എഴുതാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ ഷറയിൽ പ്രത്യേകം ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്തിന് ഈ നിയമം ബാധകമല്ല. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ വെള്ളിയാഴ്ച രാവും ജുമാക്കിൽ സബ്ബീസ്മ റബ്ബിക്കൽ അഅ്ലാ ആദ്യത്തേലും രണ്ടാമത്തേലും ഹല്ലത്താക്ക് ഓതുന്നുണ്ട്. സബ്ബീസ്മ ജറു ഹല്ലത്താക്ക് വലുതാ, ആടെ നമുക്ക് ആ നിയമം ബാധകമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ ഓതാൻ കൽപ്പിക്കുക. അങ്ങനെ ഉളുവിൻ്റെ ശേഷമുള്ള സുന്നത്ത്, മഗ്‌രിബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ, സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ, തഹിയ്യത്ത് നിസ്കാരത്തിൽ, ഇതെല്ലാം ഓരോ മസ്അലയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ, മഗ്‌രിബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ, പള്ളി കയറിയാലുള്ള തഹിയ്യത്ത് നിസ്കാരത്തിൽ, ഉളുവിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരത്തിൽ, ഇങ്ങനെയുള്ള പല നിസ്കാരത്തിലും, ഇഹ്റാമിൻ്റെ 2 റക്അത്തിൽ, തവാഫിൻ്റെ ശേഷം 2 റക്അത്തിൽ, ഇവിടെയെല്ലാം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തേൽ ഖുൽ ഹുവല്ലാഹു അഹദ്. ആടെ വിട്ടുപോയി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 2 നീറ്റ, അതങ്ങനെ തന്നെ ഓതുന്നുണ്ട്. ആടെ ഈ നിയമം ബാധകമല്ല. പ്രത്യേക സൂറത്തുകൾ ഓതാൻ കൽപ്പിക്കപ്പെടാത്ത സ്ഥലത്ത് ഫാത്തിഹൻ്റെ ശേഷം 2 സൂറത്ത് ഓതുമ്പോൾ ഒന്നാമത്തെ വലിയ സൂറത്തും രണ്ടാമത്തെ ചെറുതാകുക, അതുപോലെ വഴിക്ക് വഴിയാകുക എന്നെല്ലാം പറഞ്ഞ് അതിൻ്റെ എതിര് കൽപ്പന വരാത്ത സ്ഥലത്ത് മാത്രമാണ്. പിന്നെ അപ്പോൾ ഫാത്തിഹ ഫുള്ളായിട്ട് ഓതണം. എല്ലാ 4 റക്അത്തിലും ഫാത്തിഹ മുഴുവൻ ഓതണം. അപ്പോൾ അതായിരിക്കാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ. മഅ്മൂമായി നിസ്കരിക്കുന്നവരോ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ജമാഅത്തിൻ്റെ മസ്അല ഒരുക്കുന്ന രൂപത്തിൽ അന്നേരം പറയാം. അപ്പോൾ ഫാത്തിഹൻ്റെ ശേഷം, അപ്പോൾ എല്ലാ സുന്നത്ത് നിസ്കാരത്തിനും ഫാത്തിഹൻ്റെ ശേഷം സൂറത്ത് ഓതാ പറഞ്ഞത് ആവർത്തിച്ച് പറയാൻ ഇടവരുത്തത്. സമയമുള്ളപ്പോഴൊക്കെ റമദാൻ മാസം വീട്ടിലാണ്, ജോലി തിരക്കൊന്നും ഇല്ലാത്ത അവസരത്തിലൊക്കെ നിസ്കാരമൊക്കെ ഒന്ന് കുറച്ച് നീട്ടി നിസ്കരിക്കാൻ ശീലിക്കുക. ഏറ്റവും വലിയ മഹത്വമുള്ള നിസ്കാരം നീട്ടി നിസ്കരിക്കുന്ന വലിയ സൂറത്ത് ഓതുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി റുക്കൂയിലൊക്കെ 11 വരെ വർദ്ധിപ്പിക്കാനൊക്കെ സുന്നത്തുണ്ട്. അതൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. പിന്നെ പക്ഷേ ഇമാമിൻ്റെ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതിയ ശേഷം ബാക്കി ഇമാമിൻ്റെ ഫാത്തിഹ കേട്ടാൽ മതിയാവും. പിന്നെ സാധാരണ നിസ്കാരത്തിൽ വെള്ളിയാഴ്ച രാവ് മഗ്‌രിബ് നിസ്കാരത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദും ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഇശാ നിസ്കാരത്തിൽ നമ്മൾ സാധാരണ ഓതുന്ന സബ്ബീസ്മ ഹൽ അത്താക്ക ഓതുക, അല്ലെങ്കിൽ സൂറത്തുൽ ജുമുഅ വൽ മുനാഫിഖൂന ഓതൽ സുന്നത്താണെന്ന് അറിയുന്നവർ. വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിൽ അലിഫ് ലാം മീം സജ്ദയും ഹല്ലത്താൽ ഇൻസാനി അതില്ലെങ്കിൽ സബ്ബീസ്മ ഓതുക. ഇന്ന് നിശ്ചയിക്കപ്പെട്ട സൂറത്ത് സുന്നത്താണ്. എന്നാൽ ഒന്നാമത്തെ റക്അത്തിൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതാനങ്ങ് വിട്ടുപോയി. അലം തറ കൈഫ ഓതി കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന് ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ എന്ന് റുക്കൂയിലെത്തിയപ്പോൾ ഓർമ്മ വന്ന്. എന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദും 2 കൂടി ഓതലാണ് സൂറത്ത്. അലം തറ കൈഫ ഓതി നടുക്കുന്ന മറന്നുപോയാലോ അത് ഒഴിവാക്കിയിട്ട് ഇത് ഓതിയാൽ മതി. പിന്നെ അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സൂറത്ത് തന്നെ ഓതുക. പിന്നെ എല്ലാ പോക്ക് വരവിലും തക്ബീർ സുന്നത്താണ്. റുക്കൂയിലേക്ക് പോകുമ്പം അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ എല്ലാം. ഇത് കൈ ഉയർത്തൽ സുന്നത്തുള്ള സ്ഥലം എല്ലാ സ്ഥലത്തും എല്ലാവരും പാലിക്കാറില്ല. ഉദാഹരണമായിട്ട് കൈ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ചെവിൻ്റെ നേരെ കൈ ഉയർത്തും.
സമിയല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോഴും കൈ ഉയർത്താറുണ്ട്. വേറെ 2 സ്ഥലമുണ്ട് സൂക്ഷിക്കേണ്ടത്. ഒന്ന്, ആദ്യത്തെ അത്തഹിയാത്ത് നിന്ന് ഉയരുമ്പോൾ കൈ ഉയർത്തി കെട്ടണം. കൈ ഉയർത്തി കെട്ടൽ സുന്നത്താണ്. അതുപോലെ റുക്കൂയിലേക്ക് പോകുന്ന അവസരത്തിലും കൈ ഉയർത്തൽ സുന്നത്താണ്. അത് ശ്രദ്ധിക്കേണ്ടതാണ്, പലരും ചെയ്യാറില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നിസ്കാരം, ഇശാ, മഗ്രിബ്, സുബി, അതുപോലെ രാത്രിയുള്ള നിസ്കാരം, പിന്നെ ഇതിലെല്ലാം ഒച്ചത്തിൽ ഓതാ സുന്നത്ത്. പകലത്തെ നിസ്കാരം മെല്ലെ എന്ന് പറഞ്ഞാൽ പകലത്തെ നിസ്കാരം, ളുഹർ നിസ്കാരം രാത്രി ഖളാ കൂട്ടുകയാണെങ്കിലും ഒച്ചത്തിൽ ഓതാ സുന്നത്ത്. അസ്ർ നിസ്കാരം രാത്രി ഖളാ കൂട്ടുകയാണെങ്കിൽ ഒച്ചത്തിൽ ഓതാ സുന്നത്ത്. ഇശാ നിസ്കാരം പകൽ ഖളാ കൂട്ടുകയാണെങ്കിലോ മെല്ലെ ഓതലാണ് സുന്നത്ത്. ഈ ഒച്ചത്തിൽ ഓതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഉറങ്ങുന്നവർക്കും വേറെ നിസ്കാരക്കാർക്കും ശല്യം ഇല്ലാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ ഒരാൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ തഹജ്ജുദിന് എണീച്ചാൽ തഹജ്ജുദ് നിസ്കാരത്തിൽ കുറച്ച് ഒച്ചത്തിൽ ഓതാണ് നല്ലത്, വലിയ ഒച്ചത്തിലല്ല, സിറും അല്ലാത്ത രൂപത്തിൽ. എന്നാൽ നമ്മളെ ഒരാൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ശല്യമാകുന്ന രൂപത്തിൽ ഖുർആൻ ഓത്ത് പറഞ്ഞ പിന്നെ ഒച്ചത്തിൽ സംസാരിക്കുന്ന വിഷയം നമുക്കറിയാമല്ലോ. ഉറങ്ങുന്നവർക്കോ വേറെ നിസ്കരിക്കുന്നവർക്കോ അതുപോലെ പള്ളിയിൽ മറ്റുള്ളവർ നിസ്കരിക്കുന്നവർക്ക് ഇവർക്ക് ശല്യം ഉണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഒച്ചത്തിൽ ഓതാൻ പാടില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.